ദൈവത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. ശുദ്ധ തിരുവചനത്തിൽ അനേക ഭാഗ്യവാന്മാരെ കുറിച്ച് ക്രിസ്തു അവിടുത്തെ ഗിരിപ്രഭാഷണങ്ങളിൽ അരുളി ചെയ്തിട്ടുണ്ട്. ഒരു വലിയ പട്ടിക തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആത്മാവിൽ ദരിദ്രരായവർ, ദുഃഖിക്കുന്നവർ, സൗമ്യതയുള്ളവർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ, കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ, സമാധാനമുണ്ടാക്കുന്നവർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ തുടങ്ങി അനേക ഭാഗ്യവാന്മാരുടെ ഒരു വർണ്ണന നമുക്ക് വേദപുസ്തകത്തിൽ പലയിടങ്ങളിലായി കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ ഭൗതിക നന്മയും ഐശ്വര്യവും ദൈവത്തിന്റെ അനുഗ്രഹമായി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ ഭാഗ്യവാൻ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാണ് എന്ന് 32-ാം സങ്കീർത്തനവും അതേപോലെ റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും നമ്മോട് അരുളി ചെയ്യുകയാണ്. ദൈവവചനം കേട്ടനുസരിക്കുകയും ദൈവ കൽപ്പന ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണ്. അവർ ദുഷ്ടന്മാരിൽ നിന്നും പാപികളിൽ നിന്നും പരിഹാസികളിൽ നിന്നും വേർപെട്ടവരാണ് എന്നാണ് 1-ാം സങ്കീർത്തനം വ്യക്തമാക്കുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്, അവൻ ജീവകിരീടം പ്രാപിക്കുമെന്ന് യാക്കോബിന്റെ ലേഖനം 1:12 നമുക്ക് അത് 12-ലും നമുക്കത് കാണാൻ കഴിയുന്ന സത്യമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാരും ഉടുപ്പ് സൂക്ഷിക്കുകയും ജാഗരിക്കുകയും അതേപോലെ ആ കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവരും 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരും ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവരും നഗരത്തിൽ കടക്കേണ്ടതിന് വസ്ത്രം അലക്കി വെളുപ്പിച്ചവരും ഭാഗ്യവാന്മാരാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ലോകം ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരെ പലപ്പോഴും നിർഭാഗ്യകരമായ അവസ്ഥയിൽ കൊണ്ട് എത്തിക്കുകയാണ് ലോകവും ലോക നിയമവും ഒക്കെ ചെയ്യുന്നത്. 2008 അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ മുംബൈ മലേഗാവ് സ്ഫോടനം എല്ലാവർക്കും അറിവുള്ളതായ കാര്യമാണ്. ഏതാണ്ട് 6 പേർ അവിടെ മരണപ്പെട്ടു. കൂടാതെ 100-ലധികം ആളുകൾ ഭയങ്കരമായിട്ട് മുറിവേൽക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതിലെ 7 പ്രതികളെ ഇപ്പോൾ അവരെ കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. അവർക്ക് ഉന്നതമായ പല സ്ഥാനങ്ങളും ഇതിനോടകം ലഭിച്ചിട്ടും ഉള്ളതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോഴാണ് 2 കന്യാസ്ത്രീകള് അവര് പാവങ്ങളുടെ ഇടയിൽ വളരെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുകയും അഗതികളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന 2 കന്യാസ്ത്രീകൾ ഇപ്പോൾ തുറുങ്കിൽ കിടക്കുകയാണ്. അപ്പോൾ ആരാണ് ലോകത്തിന്റെ മുമ്പിൽ ഭാഗ്യവാന്മാരെന്ന് ഇത് കേൾക്കുന്നവർ വിചിന്തനം ചെയ്യട്ടെ. അത് ഈ ലോകം പലപ്പോഴും ഇപ്രകാരമൊക്കെയാണ്. ക്രിസ്തുവിന് കൊടുത്തത് കുരിശാണ്. ആ ക്രൂശിൽ കൂടുതലൊന്നും ഈ ലോകത്തിൽ ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ, യഥാർത്ഥമായി പിൻപറ്റുന്നവർ പ്രതീക്ഷിക്കുന്നും ഇല്ല. എന്നാൽ യഥാർത്ഥ ഭാഗ്യവാന്റെ ആ ഭാഗ്യം നിത്യതയിലാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ പലപ്പോഴും പീഡയും ഉപദ്രവവും അല്ലെങ്കിൽ ആ തടവറയും ഒക്കെ മാത്രമാണ് 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളുടെ ചരിത്രം എടുത്താലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. രക്തസാക്ഷിത്വവും മറ്റുമാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ പൂർണ്ണമായ ദൃഢനിശ്ചയത്തോടുകൂടി ക്രിസ്തു കാണിച്ച മാർഗത്തിലൂടെ മുൻപോട്ട് നീങ്ങുമ്പോൾ അവർക്ക് പീഡയുണ്ട്, എന്നാൽ അവർ ഭാഗ്യവാന്മാരാണ്. അത്
ഈ ലോകത്തിലെ ഭാഗ്യമല്ല എന്ന് നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുകയാണ്. എങ്കിലും ക്രിസ്തു പഠിപ്പിച്ച ആ മാർഗം നമുക്ക് എന്നും ശാന്തിയും സമാധാനവും അത് നൽകുന്നതാണ്. നമുക്കറിയാം, ഗ്രഹാം സ്റ്റെയിൻസിനെ അദ്ദേഹത്തിന്റെ പിഞ്ച് ഓമനകളെ ഒരു ജീപ്പിലിട്ട് നിർദാക്ഷിണ്യം ചുട്ടുകരിച്ച ലോകമാണിത്. അവർക്ക് ചുട്ടുകരിക്കുവാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇന്നും അവരൊക്കെ കൊളുത്തിയതായ ആ ദീപശിഖ അനേകരുടെ ഹൃദയങ്ങളിൽ ആളിക്കത്തിക്കൊണ്ട് ലോകത്തിന് സമാധാനവും സന്തോഷവും അത് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തെ ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് നിത്യതയുടെ മാർഗത്തിൽ ഓടുവാൻ ഇടയായി തീരട്ടെ. അതിനായി ദൈവം അനേകരെ ഒരുക്കുമാറാകട്ടെ. എത്ര ഭാഗ്യവാൻ ഞാൻ, ഈ ലോകയാത്രയിൽ എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയായി. എത്ര ഭാഗ്യവാൻ ഞാൻ, ഈ ലോകയാത്രയിൽ എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയായി. ഭാരത്താൽ വലഞ്ഞാലും ഞാൻ തീരാത്ത രോഗിയായെന്നാലും, ഭാരത്താൽ വലഞ്ഞാലും ഞാൻ തീരാത്ത രോഗിയായെന്നാലും, മാറും ഞാൻ മറുരൂപമാകും, എൻ്റെ കർത്തൻ കൂടെന്നും വാണിടും. മാറും ഞാൻ മറുരൂപമാകും, എന്റെ കർത്തൻ കൂടെന്നും വാണിടും. എത്ര ഭാഗ്യവാൻ ഞാൻ, ഈ ലോകയാത്രയിൽ എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയായി. ഘോരമാം ശോധനയിൽ എൻ ഹൃദയം തെല്ലും പതറാതെ, ഘോരമാം ശോധനയിൽ എൻ ഹൃദയം തെല്ലും പതറാതെ, വൻഭുജത്താൽ എന്നെ നടത്തും തൻ കൃപയെന്താശ്ചര്യമേ. വൻഭുജത്താൽ എന്നെ നടത്തും തൻ കൃപയെന്താശ്ചര്യമേ. എത്ര ഭാഗ്യവാൻ